മഞ്ചേശ്വരത്ത് നിന്നുള്ള അഷ്റഫ് കെ എം അഷ്റഫ് എന്ന് പറയുന്നത് ഞാൻ കേരളത്തിലെ MLA-മാർക്ക് മാർക്കിടാൻ പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ മാർക്കിടുന്ന ഒരാളാണ് അഷ്റഫ്. കാരണം അത്രയും ജനകീയനായിട്ടുള്ളൊരു MLA. ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കുക അഷ്റഫിനാണ്, രണ്ടാം സ്ഥാനം ഞാൻ കൊടുക്കുക അഴീക്കോടുള്ള CPM-ൻ്റെ സുമേഷിനാണ്. അത് വേറെ ടൈപ്പാണ് അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. അത് അവിടെ പോയാൽ നമുക്ക് മനസ്സിലാവും. അത്രയും പോപ്പുലറായിട്ടുള്ള MLA-മാരാണ്. അപ്പോൾ അഷ്റഫ് എന്ന് പറയുന്നത് രണ്ടാം വട്ടമാണ് MLA ആവുന്നത്, വളരെ പോപ്പുലറാണ്. കാസർഗോഡിന് പ്രാതിനിധ്യം ഉണ്ടാകുക എന്ന് മാത്രമല്ല, അത് കെ സുരേന്ദ്രന് ഗംഭീരമായ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ചു വന്ന ആളാണ്. കെ സുരേന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടു, അഷ്റഫിന് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതായിരുന്നു, എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ ഒരു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയെ കൂടി റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ്. അങ്ങനെയുണ്ടല്ലോ, കന്നഡ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ അതുണ്ടായില്ല. ലീഗ് വേറെ എന്തെങ്കിലും ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ടാവും, നമുക്കറിയില്ല. ഇനി ലീഗും കോൺഗ്രസും തമ്മിലുള്ള ചില ധാരണകൾ അതിനകത്തുണ്ടോ? അല്ല, VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും ഞാൻ അങ്ങനെ ചില കാര്യങ്ങൾ സംശയിക്കുന്നുണ്ട്. എറണാകുളത്ത് നിന്നൊരു മുസ്ലിം മന്ത്രിയെ വെക്കുന്നതോടുകൂടി വേറെ ചില ക്ലെയിമുകൾക്ക് ചെക്ക് വെക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ട് അങ്ങനെയും അതിനെ കാണാം. അത്തരം ചില ഒന്നുമില്ല, മലവർക്കറിയാത്ത പല ഘടകങ്ങളുണ്ടാവും. എനിവേ, സാമാന്യം ഭേദപ്പെട്ട ഒരു കോമ്പോസിഷനാണ്. അത് വലിയ കുഴപ്പങ്ങളില്ലാതെ, പരിക്കുകളില്ലാതെ അത് ഫൈനലൈസ് ചെയ്യാനും സത്യപ്രതിജ്ഞ പൂർത്തിയാക്കാനും സാധിച്ചു. പക്ഷേ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത, സാധാരണ ഗവർണറുടെ ചായ സൽക്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ അറിയിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. അത് ഇതുവരെ വന്നിട്ടില്ല. അതും കൂടെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു എന്താണ് ചിത്രം പൂർത്തിയാക്കുകയുള്ളൂ. പിക്ചർ അഭി ബാക്കി ഹേ. അപ്പോൾ അതിനകത്ത് പൊട്ടലും ചുറ്റലുണ്ടാകുമോ എന്നറിയാം. ഇനിയിപ്പോൾ നമ്മൾ TV-യിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമെന്ന് അറിയില്ല. പോർട്ട്ഫോളിയോ ഡിസ്ട്രിബ്യൂഷനിൽ ചിലപ്പം വീവാദങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ആളുകൾക്കുണ്ടായേക്കാം. അതിനകത്ത് പല കഥകൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസം ലീഗിൽ നിന്ന് എടുത്തു, അത് കോൺഗ്രസ്സിലാണ്, റോജി എം ജോണാണ് എന്ന് വാർത്തകൾ വരുന്നുണ്ട്. നേരത്തെ UDF ഭരിക്കുമ്പോൾ വിദ്യാഭ്യാസം എന്നുള്ള മൊത്തത്തിൽ ലീഗായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ചില ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ പലതും കുറിക്കുന്നുണ്ട്. ഇനി ലീഗ് അത് വിട്ടുകൊടുക്കുകയാണോ, അതല്ല കോൺഗ്രസുമായുള്ള ധാരണയാണോ എന്താ അറിയില്ല. എന്ത് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ വകുപ്പ് മന്ത്രിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തൊരു വകുപ്പാണെന്നുള്ള വസ്തുതയുണ്ട്. കാരണം ഏതാണ്ടൊക്കെ അത് ഗവർണറുടെ കയ്യിലായി കഴിഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഗവർണറുടെയൊക്കെ കയ്യിലാണ്. ഇനി അത് കൊടുത്തിട്ട് കുറച്ചും കൂടെ വേറെ എന്തെങ്കിലും വകുപ്പ്, ഫിഷറീസ് എടുക്കുന്നുവെന്ന് വാർത്തകൾ വരുന്നുണ്ട്. ഫിഷറീസ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നതിൻ്റെ ലത്തീൻ സഭയ്ക്ക് വിയോജിപ്പുണ്ടെന്നും വാർത്തകൾ വരുന്നുണ്ട്. കൃഷി, ഈ വർത്തമാനമൊക്കെ വരുമ്പോഴും കൃഷിയെക്കുറിച്ച് അധികം വർത്തമാനം വന്നിട്ടില്ല. എന്നാൽ ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു പോർട്ട്ഫോളിയോയാണത്. മുസ്ലിം ലീഗ് അതാവശ്യപ്പെടുമോ എന്നറിയില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഈ പോർട്ട്ഫോളിയോ ഡിസ്ട്രിബ്യൂഷനും കൂടെ വന്നു കഴിഞ്ഞാലാണ് പൂർണ്ണമായൊരു ചിത്രം എന്ന് പറയാൻ പറ്റുക. ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ലത്തീൻ സഭയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ, അതിൻ്റെ എന്താണ് ആർച്ച് ബിഷപ്പ് തന്നെ അതിൽ അവർക്ക് യൂജിൻ പെരീര അവർക്ക് പ്രാതിനിധ്യം ഉണ്ടായില്ല എന്ന് വെച്ചാൽ ലത്തീൻ സഭാംഗം എന്നുള്ള ആൾക്ക് ഷിബു ബേബി ജോണുണ്ട്. അവരുദ്ദേശിച്ചത് കോവളത്ത് നിന്നുള്ള വിൻസെൻ്റ് മന്ത്രിയാകുമെന്നായിരുന്നു അവർ ആഗ്രഹിച്ചത്. 3ാം തവണയാണ് അദ്ദേഹം MLA ആകുന്നത്. അവരുടെ ആഗ്രഹത്തിന് അത് വാല്യൂ ഉണ്ട്. കാരണം വെച്ചാൽ ലത്തീൻ സഭ ഒന്നാമത് ഒരു പിന്നോക്ക സമുദായമാണ്. UDF-നൊപ്പം ഉറച്ചു നിന്നിട്ടുണ്ട് അവർ. ഇത്തവണത്തെ എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും വിജയത്തിൽ അവർക്ക് പങ്കുണ്ട്. മാത്രമല്ല, എറണാകുളത്ത് വേറെ പല നിലക്കുള്ള ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി പല ശ്രമങ്ങളുണ്ടായിട്ടുണ്ട്. മുനമ്പം വഖഫുമായി ബന്ധപ്പെട്ട്, ഷിയാസിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അതൊക്കെ മറികടന്നുകൊണ്ട് പള്ളുരുത്തി ഹിജാബ് വിഷയം, ഇങ്ങനെയൊക്കെ പല സ്വഭാവത്തിൽ ഡിവൈഡ് ഉണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമം ഉണ്ടായപ്പോൾ അതിനൊക്കെ മറികടന്ന് നിന്നൊരു സഭയാണ്, UDF-നൊപ്പം നിന്നൊരു സഭയാണ്. അവരാഗ്രഹിക്കുന്നൊരു പ്രതിനിധി മന്ത്രിസഭയിൽ ഉണ്ടാകുക എന്നുള്ള അവരുടെ ആ താല്പര്യം അത് പരിഗണിക്കപ്പെടേണ്ടതായിരുന്നു. അത് വേണമെങ്കിൽ കോൺഗ്രസ്സിനത് എങ്ങനെയെങ്കിലും ഒന്ന് അക്കമഡേറ്റ് ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതുണ്ടായില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സഭാസ്ഥാനത്ത് ചെന്നിരിക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്, അദ്ദേഹമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എന്താണ് പറയുന്നത് നമുക്കറിയില്ല. ഇനി പ്രശ്നമുണ്ട്, അവർ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചു, അവർ വന്നില്ല. മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങി അത് പാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുള്ള നല്ല ലക്ഷണമാണ്. എനിവേ, ആസ് എ ഹോൾ ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ട്.